2-3 ദിവസങ്ങളായി തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വാർത്തയാണ് നാദൃശ നടി മഞ്ജു വാര്യരെ വിളിച്ച വാർത്തയായി. ഇത് പ്രേക്ഷകരെല്ലാവരും ചിന്തിക്കുന്നത് സത്യമാണോ എന്ന് തന്നെയാണ്. പ്രേക്ഷകരെല്ലാവരെയും ഇപ്പോൾ ചിന്തിപ്പിക്കുന്നതും ഇതേ കാര്യമാണ് എന്ന് പറയാം. ആരാധകരെല്ലാവരും വിശ്വസിച്ചിരിക്കുന്ന ഈ വാർത്തയുടെ പിന്നാലെയുള്ള സത്യം എന്താണ് എന്നാണ് നിരവധി പേർ അന്വേഷിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ച നടൻ നാദൃശ തന്നെ രംഗത്തെത്തുകയാണ്. ഞാൻ മഞ്ജുവിനെ വിളിച്ചിട്ടുണ്ടെങ്കിലും അത്രയും നാളും അവർ അത്രയും നല്ല സ്നേഹത്തോടെ തന്നെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. ആരാണ് ഈ വ്യാജ വാർത്തയൊക്കെ പുറത്തെത്തിക്കുന്നത്? ഫോൺ സംഭാഷണം കേട്ടിരുന്നത് പോലെയാണല്ലോ പറയുന്നത്. ആരൊക്കെ തന്നെ മോശമായ വാർത്തകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. നാദൃശയുടെ ഈ ഒരു തുറന്നു പറച്ചിൽ തന്നെ വളരെയധികം സഹായമായി എന്ന് പറയുന്നുണ്ട്. നടൻ ദിലീപ് പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നാദൃശ മഞ്ജു വാര്യരെ വിളിച്ചത് എന്നാണ് വാർത്തയിലൊക്കെ തന്നെയും പറഞ്ഞിരുന്നത്. എന്നാൽ സത്യാവസ്ഥ എന്താണ് എന്ന് ഇപ്പോൾ തന്നെ വെളിപ്പെടുത്തുകയാണ് നാദൃശ. എന്നോട് ദിലീപ് അങ്ങനെ പറഞ്ഞിട്ടുമില്ല, ഞാൻ ആർക്കു വേണ്ടിയും അങ്ങനെ ചെയ്തിട്ടുമില്ല. ഞാൻ മഞ്ജു വാര്യരെ ഈ ഇടയ്ക്കൊന്നും തന്നെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നോടവർ മോശമായും പെരുമാറിയിട്ടില്ല. ഞാൻ മഞ്ജുവിനെ കണ്ടിട്ട് തന്നെ കുറേയധികം നാളുകളാകും. ഇതിനു മുൻപ് കണ്ട സമയത്ത് വളരെ മാന്യമായിട്ട് തന്നെയാണ് മഞ്ജു എന്നോട് പെരുമാറിയത്. അതിലൊരു കുഴപ്പവുമില്ല. ഇനി നിങ്ങളായിട്ട് പറഞ്ഞ് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. മഞ്ജു എന്നോട് വളരെ മാന്യമായി പെരുമാറുകയും ഞാനും വളരെ മാന്യമായി തന്നെ പെരുമാറുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ സുഹൃത്തിൻ്റെ മുൻ ഭാര്യ എന്നത് വെച്ചുകൊണ്ടാണ് നിങ്ങളിതൊക്കെ പറയുന്നത്. അതെല്ലാം തന്നെ അവർ തീർത്ത വിഷയമാണ്. അത് പറഞ്ഞുകൊണ്ട് ആരും വൈരാഗ്യമൊന്നും മനസ്സിൽ കൂട്ടിവെക്കുന്നില്ല. ഇത്തരം വ്യാജ വാർത്തകൾ പുറത്തെത്തിക്കരുത് എന്നാണ് നാദൃശ തന്നെ അഭിപ്രായപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. നാദൃശ പറഞ്ഞത് സത്യമാണ്. നാദൃശ പറഞ്ഞത് കള്ളമാണെന്ന് തോന്നുന്നില്ല. മറ്റു വാർത്തകളൊക്കെ തന്നെയും വിശ്വസിക്കാൻ ഭയമാകുന്നുവെന്നാണ് പ്രേക്ഷകരെല്ലാവരും അഭിപ്രായപ്പെടുന്നത്. ആരാധകർക്കും ഇതേ കാര്യം തന്നെയാണ് സംസാരിക്കാനുള്ളതും. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പ്രേക്ഷകരെല്ലാം അഭിപ്രായം പറയുകയും ചെയ്യുന്നു. ആരാധകർക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട താരങ്ങളെയൊക്കെ തന്നെയും ഇത്തരത്തിൽ വാർത്തകളിൽ ഉൾക്കൊള്ളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാദൃശയും അതുപോലെ മഞ്ജു വാര്യരെയും ഇത്തരത്തിൽ ഉൾക്കൊള്ളിച്ചത്. നാദൃശ ദിലീപിന്റെ അടുത്ത സുഹൃത്തായതുകൊണ്ട് തന്നെ മഞ്ജു വാര്യരുമായി ശത്രുതയിലായിരിക്കുമെന്ന് കരുതിയാണ് ഇത്തരത്തിൽ വാർത്ത പ്രചരിപ്പിച്ചത്. എന്നാൽ ഇവർ തമ്മിലുള്ള സൗഹൃദം അവർക്കൊന്നും അറിയില്ലല്ലോ. നാദൃശയൊക്കെ പേടിക്കണ്ട. അത്തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ ഇനിയും അത്തരത്തിൽ തന്നെ പ്രചരിപ്പിക്കും. അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല എന്ന് നിരവധി പേർ പറയുന്നുണ്ട്. ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചാൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ സാധിക്കൂ. അങ്ങനെ പറയുന്നവരും നിരവധി പേരാണ്. അതുകൊണ്ട് വിഷമിക്കേണ്ട, അത് ഓർക്കണ്ട. ഇങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ടല്ലോ, അതിനെ ആ ഒരു മുഖവുരയിൽ കണ്ടാൽ മതി. മഞ്ജു വാര്യർക്കും നാദൃശയ്ക്കും അറിയാമല്ലോ എന്താണ് സത്യമെന്ന്. അതുമാത്രം അറിഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുന്നു. എന്നാൽ ഇവർ തമ്മിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് സത്യമാണോ എന്ന് മഞ്ജുവിന് പോലും ചിലപ്പോൾ തോന്നിയേക്കാം എന്നാണ് ഇപ്പോൾ നാദൃശയുടെ ഈ ഒരു തുറന്നു പറച്ചിലൂടെ മാറിപ്പോകുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.